ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിൽ രാഷ്ട്രപതിയെ കണ്ട് നിവേദനം നൽകാൻ തമിഴ്നാട് വിളിച്ച സംയുക്ത കർമ്മസമിതി യോഗത്തിൽ തീരുമാനം. മുഖ്യമന്ത്രിമാരും പാർട്ടി പ്രതിനിധികളും ഒന്നിച്ച് രാഷ്ട്രപതിയെ കാണും. പാർലമെന്റിലും യോജിച്ച് നീങ്ങാനും ഇതിനായി എംപിമാരുടെ കോർ കമ്മിറ്റി രൂപീകരിക്കാനും യോഗത്തിൽ തീരുമാനം. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചെയ്തിട്ടുണ്ട്. ആന്റണി, ഇന്നൊരു ചരിത്ര ദിനമാണെന്നാണ് MK സ്റ്റാലിൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത്. ഇപ്പോൾ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തീരുമാനമായിട്ടുള്ളത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ആതിര, യോഗം ഇപ്പോഴും ചെന്നൈയിൽ തുടരുകയാണ്. അതിൽ പ്രധാനമായുമുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കുള്ള ആശങ്ക അത് കേന്ദ്ര രാഷ്ട്രപതിയെ നേരിൽ കണ്ട് ധരിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് പ്രധാനമായും യോഗത്തിൽ എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത്. അതിങ്ങനെയാണ്, അതായത് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് 4 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, അതുപോലെ തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, അതുപോലെ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ, അതുപോലെ തന്നെ 13 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള പ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും ചേർന്ന്, മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ പാർട്ടി പ്രതിനിധികളും ചേർന്ന് രാഷ്ട്രപതിയെ നേരിൽ ചെന്ന് കണ്ട് ഒരു നിവേദനം നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും തങ്ങൾക്കുള്ള ഈ ആശങ്കകൾ, ഈ മണ്ഡല പുനർനിർണയം നടത്തുമ്പോഴുമായി ബന്ധപ്പെട്ടുള്ള തങ്ങൾക്കുള്ള ആശങ്കകൾ അത് കേന്ദ്ര സർക്കാരിനെ ഈ രാഷ്ട്രപതിയെ അറിയിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊന്നുള്ളത്, പാർലമെന്റിനകത്തും യോജിച്ച ഒരു പ്രതിഷേധത്തിലേക്ക് പോകാൻ, ഇതിനെതിരെ ശക്തമായ ഒരു എതിർപ്പ് ഉയർത്താനാണ് ഇപ്പോൾ യോഗം തീരുമാനിക്കുന്നത്. അതിന്റെ ഭാഗമായി എംപിമാരുടെ ഈ യോഗത്തിലൊക്കെ പങ്കെടുത്ത പാർട്ടികളിലെ എംപിമാരെ ഉൾപ്പെടുത്തിയ ഒരു കോർ കമ്മിറ്റി രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും യോഗത്തിൽ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിന്റെ പ്രതിനിധികൾ യോഗത്തിലുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് തെലങ്കാനയിൽ നിന്നുള്ള രേവന്ത് റെഡ്ഡി. അതുപോലെ തന്നെ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പുറമെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമുണ്ട്. അതുപോലെ തന്നെ ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസിന് വേണ്ടി KPCC അധ്യക്ഷൻ K സുധാകരൻ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള അംഗങ്ങൾ എല്ലാം തന്നെ ഈ പറയുന്ന മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. BJP ഒഴികെയുള്ള NDA ഇതര കക്ഷികളെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. തെലങ്കാനയിൽ നിന്ന് BRSും ഇതിന്റെ ഭാഗമായി തന്നെ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ പുനർനിർണയത്തെ എതിർക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തീരുമാനം ബാധിക്കുന്നത് ഈ ജനസംഖ്യ കുറവുള്ള സംസ്ഥാനങ്ങളിലേക്കാണ്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയെ അത് കാര്യമായി തന്നെ ബാധിക്കും. അതുപോലെ തന്നെ പഞ്ചാബിനെയും ഇത് ബാധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളെല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നേതാക്കൾ യോഗം ഇപ്പോഴും ചെന്നൈയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആന്റണി, വലിയൊരു പോരാട്ടത്തിന് കൂടിയാണ് തുടക്കമാകുന്നത്. പാർലമെന്റിൽ യോജിച്ച് നീങ്ങും. അതുപോലെ തന്നെ 2056 വരെ മണ്ഡല പുനർനിർണയം മരവിപ്പിക്കണമെന്നാണ് സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും അതേ, ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് യോജിച്ച എതിർപ്പിൽ ഒരു ഒന്നിപ്പ് എന്നുള്ള നിലയിൽ പോരാടാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന സംസ്ഥാനങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇത്തരത്തിൽ മണ്ഡലം പുനർനിർണയം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ അത് ഉത്തരേന്ത്യയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ കുറവ് കേരളത്തെ സംബന്ധിച്ച് ഉണ്ടാകും. അല്ലെങ്കിൽ കേരളത്തിൽ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഒരുപക്ഷെ മാറ്റം ഉണ്ടാകില്ല, ഒരുപക്ഷെ കുറവുണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ മണ്ഡലങ്ങളുടെ എണ്ണം കൂടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. അതൊരു ഫെഡറലിസത്തിന്റെ മേലുള്ള കടന്നുകയറ്റമാണ് എന്നുള്ളതാണ് പ്രധാനമായും ഈ യോഗം വിളിച്ചപ്പോൾ MK സ്റ്റാലിൻ അടക്കം പറഞ്ഞിട്ടുള്ളത്. ഈ യോഗം പോലും ആ ഫെഡറലിസത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഒരു നാഴികക്കല്ലായി മാറുമെന്നാണ് അദ്ദേഹം യോഗത്തിന് മുമ്പ് പറയുകയും ചെയ്തത്. ഏതായാലും ഒറ്റക്കെട്ടായി തന്നെ ഇതിനെ ചെറുത്ത് തോൽപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ യോഗത്തിൽ എന്നുള്ളതാണ്. ഏതായാലും പ്രതിഷേധവുമായി BJPയും രംഗത്തുണ്ട്. BJP ഇന്ന് തമിഴ്നാട്ടിൽ സംസ്ഥാന വ്യാപകമായി കരിങ്കൊടി പ്രതിഷേധവും നടത്തിയിരുന്നു. ശരി, ആന്റണി ജിസ്റ്റോൾസാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.